നമ്മളുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് പോകുന്നത് ജിത്തോന്റെ ഫ്രണ്ടിന്റെ വീട്ടിലേക്കാണ്. വീക്കെൻഡ് ആയിട്ട് പിന്നെ ഷാർജക്കയിൽ നല്ല ബ്ലോക്ക് ഉണ്ടായിന്. അങ്ങനെ ഫൈനലി നമ്മൾ ഇവിടെ എത്തി. ഇതാണ് വൈശാഖട്ടെ. പിന്നെ അത് ഓരോ കസിൻസ് എല്ലാം എല്ലാവരും ഇവിടെ ഒരുമിച്ചാണ് നിൽക്കുന്നത്. ഇത് ഓരോ മോനാണ്. പിന്നെ നമ്മളെല്ലാവരും കൂടെ വർത്താനെല്ലാം പറഞ്ഞ് പിന്നെ ഓരോ കുറച്ച് സ്നാക്സ് എല്ലാം വാങ്ങിച്ചിട്ടുണ്ടായിന്. അപ്പം നമ്മളെല്ലാവരും കൂടെ സ്നാക്കെല്ലാം അവിടെ ഇരുന്ന് കഴിച്ച്. ഇതാണ് പ്രജിനേച്ചി, വൈശാഖേട്ടൻ്റെ ഭാര്യയാണ്. അപ്പോൾ നമ്മളെല്ലാം കഴിഞ്ഞ് പിന്നെ നമ്മൾ വിചാരിച്ച് ഡിന്നർ കഴിക്കാമെന്ന്. ഏകദേശം ഒരു 12 മണി അല്ല ഒരു 11:30 അങ്ങനെ ആയി ഡിന്നർ കഴിക്കാൻ വേണ്ടി പോകുമ്പോൾ. ഹലോ ഗായ്സ്, ഓർഡർ കൊടുത്തതിന് ശേഷമാണ് കല്ലുമ്മക്കായ് കണ്ടത്. അങ്ങനെ 2 കല്ലുമ്മക്കായ് വാങ്ങിച്ച് പിന്നെ നമ്മൾ നല്ല അടിപൊളി ചട്ടിയിലുള്ള ചിക്കൻ കറി വാങ്ങിച്ചിന്, ബീഫ് വാങ്ങിച്ചിന്. പിന്നെ ഞാൻ വാങ്ങിച്ചത് കപ്പയും നല്ല മുളകിട്ട മീൻ കറിയേനു. ഓൾറെഡി കഴിച്ചിട്ട് പോയത് കൊണ്ട് മൊത്തം കഴിക്കാനൊന്നും പറ്റിയില്ല. അങ്ങനെ നമ്മൾ ഡിന്നറെല്ലാം കഴിച്ച് റൂമിലെത്തിയപ്പോൾ പാട്ട് വെച്ചിട്ട് പിള്ളേരെല്ലാം അടിപൊളിയായിട്ട് ഡാൻസ് കളിക്കുന്നുണ്ടായിന്. നമുക്കിവിടെ എപ്പം വരുമ്പോൾ ഓരോ പ്രാവശ്യം വരുമ്പോൾ ഓരോ എക്സ്പീരിയൻസ് ആണ്. നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങോട്ടേക്ക് വരാൻ വേണ്ടിയിട്ട് തന്നെ. എന്താ പറയുക, നല്ല രസമാണ് എല്ലാവരുമായിട്ട് ഒരുമിച്ച് ഫുഡ് ഉണ്ടാക്കുന്നതും വർത്തമാനം പറയുന്നതും. രാത്രി നമ്മൾ എല്ലാവരും ഇരുന്ന് പാട്ടെല്ലാം പാടും, അന്താക്ഷരിയെല്ലാം കളിക്കും. നല്ല അടിപൊളി വൈബാണ്. വൈശാഖേട്ടനും പ്രജിനേശി നല്ല അടിപൊളിയായിട്ട് പാട്ട് പാടും. സമയം ഇപ്പോൾ 1:30 ആയിട്ടുണ്ട്. വൈശാഖേട്ടന് അടിപൊളിയായിട്ട് പാട്ട് പാടും. മെയിൽ വോയിസ് ആയാലും ഫീമെയിൽ വോയിസ് ആയാലും സൂപ്പറായിട്ട് പാടും. ഗാനമേളയും പരിപാടിയിലും കഴിഞ്ഞിട്ട് എപ്പോൾ ഉറങ്ങിയത് എന്ന് അറിയില്ല. പിന്നെ രാവിലെ എണീറ്റ് വരുമ്പോഴത്തേക്ക് നല്ല അടിപൊളി പുട്ടുണ്ട്, മൈ ഫേവറേറ്റ് പുട്ട്. പിന്നെ കടലക്ക കറിയും ചായയും എല്ലാം കൂടി അവർ പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. അങ്ങനെ നമ്മളെല്ലാവരും കൂടെ ഇരുന്ന് ഫുഡെല്ലാം കഴിച്ചു. വിൻ്റർ ടൈം ഇവർ രാവിലെ എണീച്ചിട്ട് ഫിഷിങ്ങിനെല്ലാം പോക്കുണ്ട്. ഇതിപ്പോൾ സമ്മർ ആയതുകൊണ്ട് പിന്നെ പോകാനൊന്നും പറ്റില്ല. പിന്നെ ഉച്ചയ്ക്ക് നല്ല അടിപൊളി ബിരിയാണിയെല്ലാം കഴിച്ച് എല്ലാ കാര്യങ്ങളും നമ്മളിൽ ഉൾപ്പെടുത്തിയിട്ടൊന്നുമില്ല. പിന്നെ നമ്മളതായ സമയം നന്നായി എൻജോയ് ചെയ്ത് പിന്നെ നമ്മൾ നേരെ രാത്രിയായിട്ട് വീട്ടിലേക്ക് തിരിച്ചു വന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷം.